നമുക്ക് നമ്മുടെ ബയോപോഡ് ചെയ്തെടുക്കാം. അതിനായി ആദ്യമായി വേണ്ടത് ഇതുപോലൊരു ഡ്രമ്മാണ്. ഇത് ഇത്ര വലിപ്പമുള്ള ഡ്രം തന്നെ ഉപയോഗിക്കാം. പിന്നെ ഇതാ ടി ഷേപ്പ് PVC പൈപ്പാണ്, 2 എണ്ണം വേണം. അതുപോലെ 2 PVC ത്രെഡും വേണം. ഇനി നമുക്ക് വേണ്ടത് ഒരു വാൾവാണ്, ഓപ്പണും ക്ലോസും ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല വാൾവ്. അത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രമ്മിൻ്റെ മേൽ പോർഷനിലും അതുപോലെ തന്നെ 2 ഭാഗം, അതായത് മേലും താഴെയും 2 ഹോൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ 3 ഹോൾസാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. ഇനി അടുത്തതായി നമുക്ക് നമ്മുടെ പണിയിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം ഒരു PVC പൈപ്പ് എടുത്ത് അതവിടെ മേലത്തെ ഹോളിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കും. ഇതാ നമുക്ക് കാണാം അതിൻ്റെ ഉൾഭാഗം എങ്ങനെയായിരിക്കും. ഇതാ ഇതുപോലെയാണ് ഫിക്സ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മളൊരു ത്രെഡ് എടുത്ത് അത് താഴത്തെ ഹോളുമായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അത് തിരിച്ചു കയറ്റുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ തിരിച്ചു കയറ്റാം. അടുത്തതായി നമ്മളൊരു ഹോസ് എടുത്ത് അതിൻ്റെ പകുതിയാക്കി, ഇതിപ്പോൾ ഏകദേശം 1 മീറ്റർ നീളം ഉണ്ടാവും. ഈ പൈപ്പ് നമുക്ക് നേരെ ടി ഷേപ്പ് PVCൻ്റെ ഉള്ളിലേക്ക് കയറ്റാം. ഇത് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടി. ഇത് കയറ്റി മറ്റു ഭാഗത്തൂടെ ഇറക്കുകയും ചെയ്യാം. പിന്നെ നമുക്കൊരു 3-4 ഇഞ്ച് നീളത്തിൽ ഇങ്ങനെ ഒരു PVC പൈപ്പ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ആ കട്ട് ചെയ്ത പോർഷൻ മേലത്തെ ടീയുമായിട്ട് കണക്ട് ചെയ്യാം. ഇതുപോലെ കണക്ട് ചെയ്യാം. അടുത്തതായി ഒരു 3 ഇഞ്ച് നീളത്തിൽ ഒരു PVC പൈപ്പ് കട്ട് ചെയ്ത് ഇതുപോലെ നമ്മുടെ വാൾവിൻ്റെ ഒരറ്റത്തും അതുപോലെ തന്നെ മറ്റൊരറ്റത്ത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ ചെയ്തത് നമ്മുടെ താഴത്തെ ത്രെഡിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കയറ്റാം. അടുത്തതായി മറ്റൊരു ത്രെഡ് എടുത്ത് ഒരു 5 ഇഞ്ച് നീളത്തിൽ PVC പൈപ്പ് കട്ട് ചെയ്തെടുത്ത് ആ ത്രെഡിലേക്ക് കയറ്റുക. ഇതിങ്ങനെ ഫിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അത് നമ്മുടെ മറ്റൊരു ടി ഷേപ്പ് PVCയിലേക്ക് കയറ്റി നമ്മുടെ ടോപ്പിൻ്റെ മേലിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അത് തിരിച്ച് കയറ്റുകയാണ് ചെയ്യുന്നത്. ത്രെഡാണ്, അപ്പോൾ പതിയെ തിരിച്ച് കയറ്റുക. ഇതുപോലെ ചെയ്യാം. അടുത്തതായി ഇങ്ങനെ 4 ഇഞ്ച് സൈസിൽ PVC പൈപ്പ് കട്ട് ചെയ്തെടുക്കുക. ഇത് ഇങ്ങനെ ചെരിച്ച് വേണം കട്ട് ചെയ്യാൻ. ഇത് വെള്ളം കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതിലൊന്ന് ഇതുപോലെ ഈ ടി ഷേപ്പുമായിട്ട് കണക്ട് ചെയ്യുന്നു. അതുപോലെ മറ്റേതും ടി ഷേപ്പിന് മറ്റേ ഭാഗമായിട്ട് കണക്ട് ചെയ്യുക. ഇതിലൂടെയാണ് നമ്മുടെ BSF എന്ന ഫ്ലൈ അല്ലെങ്കിൽ ഈച്ച കയറി ഇറങ്ങുന്നത്. അപ്പോൾ ഇതിലൂടെ കയറി അതിൻ്റെ മുട്ടയാണ് പിന്നീട് ലാർവയായി മാറുന്നത്. അപ്പോൾ നമ്മൾ അതിൽ വെള്ളം കയറാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ചെരിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് ഫിറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇതുപോലെ ഹോസ് ഫിറ്റ് ചെയ്ത് എന്തിനാണെന്ന് വിചാരിച്ചാൽ BSF ഫ്ലൈ ലാർവാസ് മേലോട്ടേക്ക് കയറാൻ വേണ്ടിയായി. ഈ പൈപ്പിലൂടെ പതിയെ ആ ലാർവാസ് കയറി വന്നോളും. എന്നിട്ട് പുറത്തേക്ക് വരികയോ ചെയ്യാറ്. ഇനി ഇതുപോലൊരു ബോട്ടിൽ, മിഠായിയുടെ ബോട്ടിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബോട്ടിലോ എടുത്ത് പപ്പടം കുത്തിവെച്ച് അതിൻ്റെ ചുറ്റിലും ഹോൾസ് ഇടുക. ഇനി ഇതുപോലൊരു വലിയ ഹോൾ കട്ട് ചെയ്ത് PVC പൈപ്പ് കയറുന്ന വിധത്തിലാണ് കട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഈ ബോട്ടിൽ നമ്മൾ നമ്മുടെ താഴത്തെ ത്രെഡുമായിട്ട് കണക്ട് ചെയ്യും. ഇതുപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ബോട്ടിലിൻ്റെ ടോപ്പിന് റൗണ്ട് ഷേപ്പിൽ കട്ടിട്ടുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ അത് ഫിക്സ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ അകം ഏകദേശം ഇതുപോലെ ഇരിക്കും. നമ്മൾ ഇതിൻ്റെ അകത്തേക്കാണ് വേസ്റ്റ് ഇടുന്നത്. നമ്മുടെ ബയോപോഡ് ഏകദേശം റെഡിയായി. ഈ കാണുന്ന ജോയിൻറ്റ്, ഈ പൈപ്പ് എല്ലാം നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. നിങ്ങൾ ഈ PVC പൈപ്പ് കാണുന്നില്ലേ, ഇതെന്തിനാണെന്ന് അറിയോ? ഇതിലൂടെയാണ് ഹോസ് വഴി കയറി വരുന്ന ലാവാസ് പുറത്ത് വരിക. ഇതിൻ്റെ അറ്റത്തൊരു ബക്കറ്റോ അല്ലെങ്കിൽ മറ്റ് പാത്രങ്ങളോ ഫിറ്റ് ചെയ്താൽ നമ്മൾക്ക് ഈ ലാർവാസിനെ കളക്ട് ചെയ്യാം. ഈ ലാർവാസിൻ്റെ ഉപകാരം എന്ന് പറഞ്ഞാൽ ഈ ലാർവാസിനെ നമ്മൾക്ക് മത്സ്യത്തിനും അതുപോലെ കോഴിക്കും മറ്റ് പക്ഷികൾക്കും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ജീവികൾക്കുള്ള ഫുഡുമായി. ഈ വാൾവ് എന്തിനാണ് ഫിക്സ് ചെയ്തതെന്ന് അറിയോ? ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾക്ക് നല്ല സ്ലറി വരണം. അതായത് ഈ വേംസിൻ്റെ വേസ്റ്റാണ് സ്ലറി ആവുന്നത്. ഈ സ്ലറി നമ്മൾ ചെടികൾക്ക് ഉപയോഗിക്കും. അപ്പോൾ ചെടി നന്നായി വളരും. ഇനി ഇതെന്തിനാണ് നമ്മൾ ഫിക്സ് ചെയ്തതെന്ന് അറിയോ? ഈ വലിയ വലിയ വേസ്റ്റ് പാർട്ടിക്കിൾസ് സ്ലറിയുടെ കൂടെ വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു ബോട്ടിൽ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബയോപോഡ് റെഡി ആയിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണാൻ ഏകദേശം എല്ലാം ആയി.
നിങ്ങൾക്കൊരു ഐഡിയ പറഞ്ഞുതരാം. ഇങ്ങനൊരു ബെൻഡ് എടുത്ത് ഇതിന് ഫിക്സ് ചെയ്താൽ നിങ്ങൾക്ക് ബക്കറ്റോ എന്തെങ്കിലും താഴെ വെച്ചാൽ നല്ലപോലെ വേംസ് താഴോട്ടേക്ക് വീഴും. ഇത് നല്ല വൃത്തിക്ക് വീഴാൻ വേണ്ടി ഇങ്ങനെയൊരു ബെൻഡ് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കും. എൻ്റെ ബയോപോഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങളാണ് നിങ്ങളുടെ ബയോപോഡ് റെഡി ആക്കേണ്ടത്. നിങ്ങൾക്ക് എൻ്റെ ബയോപോഡും വീഡിയോയും ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തൊട്ടടുത്തുള്ള ബെലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. കാരണം നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത പുതിയ ഐഡിയാസുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.